പ്രൈസ് ദി ലോർഡ്. പൗലൂസ് ന്യായപ്രമാണത്തിൻ്റെ എന്തോ പറയാ ഉസ്താദാണെന്ന് വേണമെങ്കിൽ പറയാം. ഗമാലിയലിൻ്റെ പാദപീഠത്തിൽ നിന്ന് ന്യായപ്രമാണം മുഴുവൻ പഠിച്ച് ദൈവമക്കളെ ഉപദ്രവിച്ച് കൊന്നുകൊണ്ടിരുന്നവനാണ്. നമുക്കറിയാമല്ലോ, പൗലൂസിൻ്റെ സാക്ഷ്യം നമുക്കറിയാം. ഈ പൗലൂസ് കർത്താവിൻ്റെ മുക്കോ സഹോദരങ്ങളുടെ അടുക്ക വന്നപ്പോൾ ഉള്ളൊരു സംഭവം ലേഖനത്തിലുണ്ട്. അത് ആരും വായിച്ച് ഇതുവരെ പ്രസംഗിച്ച് ഞാൻ കേട്ടിട്ടില്ല. ആരും കേട്ടില്ല. ഒരു മനുഷ്യൻ പ്രസംഗിച്ച് ഞാൻ കേട്ടില്ല. ഞാൻ 100 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. സംഭവം ഇതാ. 1 കൊരിന്ത്യർ 2-ാം അധ്യായം. ഞാനും സഹോദരന്മാരെ നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ. പൗലൂസിനെ ദൈവം ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് സന്ദർശിച്ച് ക്രിസ്തു ദർശനം ഏറ്റെടുത്ത് കണ്ണ് കാണാത്തവനായി അനന്യാസിന്റെ അടുക്കലേക്ക് നേർവീതിയിലേക്ക് അയച്ച് അനന്യാസ് അവന് വേണ്ടി പ്രാർത്ഥിച്ച് അവൻ്റെ കണ്ണിലെ ചെതുമ്പൽ വീണ് ന്യായപ്രമാണത്തിൻ്റെ ചെതുമ്പൽ, അതാ ഞാനാ അങ്ങനെ പറയുന്നത്. ന്യായപ്രമാണത്തിൻ്റെ ചെതുമ്പൽ ഇന്ന് പല ഭാഷന്മാരെയും കണ്ണിലിരിക്കും. അതുകൊണ്ടാണ് ഈ പുതിയ നിയമം പ്രസംഗിക്കാൻ പറ്റാത്ത. ആ ചെതുമ്പൽ പോകണം. ഞങ്ങളെപ്പോലുള്ള അനന്യാസിനെയൊക്കെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ അതൊക്കെ പോകും, ഇല്ലെങ്കിൽ പോകില്ല, അത് ഇരിക്കും. ഈ ന്യായപ്രമാണത്തിൻ്റെ സങ്കീർത്തനവും പഴയ നിയമവും പ്രസംഗിച്ച് ഇങ്ങനെ പോകും. ഇഷ്ടംപോലെ കാശും കിട്ടും, സ്ഥാനമാനങ്ങളൊക്കെ കിട്ടും, അവസാനം നരകവും കിട്ടും. പോട്ടെ. അപ്പോൾ ഞാനും സഹോദരന്മാരെ നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ വചനത്തിൻ്റെയോ ജ്ഞാനത്തിൻ്റെയോ വൈഭവം കൂടാതെ എത്രേ ദൈവത്തിൻ്റെ സാക്ഷ്യം നിങ്ങളോട് പ്രസ്താവിപ്പാൻ വന്നത്. 2 കൊരിന്ത്യർ 2:1 മുതൽ. ഇതിൻ്റെ അടുത്ത സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിച്ചോ. ക്രൂശിക്കപ്പെട്ടവനായ യേശു ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി ഞാൻ നിങ്ങളുടെ ഇരിക്കണമെന്ന് നിർണയിച്ചു. നിർണയം, തീരുമാനം. എനിക്കിത് ക്രിസ്തുവിനെ കുറിച്ച് മാത്രം ഞാൻ കുറെ അറിഞ്ഞതാ. ന്യായപ്രമാണമൊക്കെ ഞാൻ പഠിച്ച് അരച്ച് കലക്കി കുടിച്ചവനാണ്. അതെനിക്ക് തൻ്റെ പ്രസ്താവനയിൽ നമുക്കറിയാമല്ലോ. ന്യായപ്രമാണത്തെ ഖണ്ഡന നടത്തിയിരിക്കുന്നത് പത്രോസല്ല, യോഹന്നാനല്ല, യാക്കോബല്ല, യൂദയല്ല, പൗലൂസ് മാത്രമാണ്. അത് പൗലൂസിന് അത് കഴിയുള്ളൂ. പൗലൂസ് ഒരു യഹൂദ റബ്ബി ആയിരുന്നു, ഒരു പരീശനായിരുന്നു, ഒരു ശാസ്ത്രിയായിരുന്നു. യഹൂദന്മാരുടെ ഏറ്റവും വലിയ ഒരു പണ്ഡിതനായിരുന്നു പൗലൂസ്. തിമോത്തിയോസിനെയും തീത്തോസിനെയൊക്കെ, തിമോത്തിയോസിനെ പരിച്ഛേദന കഴിപ്പിച്ചു, തലമൂടനം ചെയ്യിച്ചു, അങ്ങനെ പലതും ചെയ്തിട്ടുണ്ട്. ആ ലേണിംഗ് പിരീഡിൽ, പഠനക്കളരിയിൽ. ഞാനത് സാധാരണ പറഞ്ഞ ഡബിൾ ക്ലച്ചും ഡബിൾ ബ്രേക്കും ഉള്ള വണ്ടിയിൽ നമ്മൾ പഠിക്കും. ഞാനൊക്കെ അങ്ങനെ പഠിച്ചവരാ. കാറിൻ്റെ ഡബിൾ ക്ലച്ച് ഡബിൾ ബ്രേക്ക്. അപ്പോൾ ആശാൻ്റെ കയ്യിലൊരു ക്ലച്ച് ഉണ്ടാവും, ആശാൻ്റെ കയ്യിലൊരു ബ്രേക്ക് ഉണ്ടാവും, ബ്രേക്ക് ഉണ്ടാവും, ബ്രേക്ക് പെഡൽ ഉണ്ടാവും. നമ്മൾ ബ്രേക്ക് എവിടെയെങ്കിലും പുള്ളി ഔട്ടും, ഇല്ലെങ്കിൽ വണ്ടി വല്ലവൻ്റെ മണ്ടയിൽ പോയി കയറും, അല്ലെങ്കിൽ വല്ല മതിലൊക്കെ ഇടിച്ച് വല്ല തോട്ടിലൊക്കെ പോയി വീഴും. പഠനക്കളരിയിൽ ബുക്ക് ഓഫ് ആക്ട്സ് അപ്പോസ്തലന്മാരുടെ പഠനക്കളരിയാണ്. പുതിയ നിമിഷ ചരിത്ര പുസ്തകമാണ്. അവർ പഠിച്ചുകൊണ്ടിരിക്കുക. ലേഖനങ്ങൾ എഴുതുന്ന കാലഘട്ടങ്ങൾ വന്നപ്പോൾ അവർ നല്ല പ്രാപ്തന്മാരായി. മനസ്സിലായോ? ഇന്നുള്ള പാസ്റ്റർമാർക്കും അത് അറിയത്തില്ല. അതാ എൻ്റെ കുഴപ്പം. ഈ പുസ്തകം എന്താണെന്ന്, ഇതിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് ഒന്നും വേണ്ട രീതിയിൽ പഠിച്ചവരല്ല ഇത് പ്രസംഗിക്കുന്നത്. കഞ്ഞിക്ക് കാശുണ്ടാക്കാൻ വേണ്ടി പ്രസംഗിക്കുന്നവരാണ് ഇന്ന് പെന്തക്കോസ്ത് സമൂഹത്തിലെ ബഹുഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ വേദനയോടെ പറയുക, പരിഹാസമല്ല, സങ്കടത്തോടെ പറയുക. അതുകൊണ്ട് ജനം നശിച്ചുകൊണ്ടിരിക്കുന്നത്. പൗലൂസ്, പത്രോസ്, യോഹന്നാൻ, യാക്കോബ് ആദിയായ സഹോദരന്മാരുടെ അടുക്കൽ വന്നപ്പോൾ എനിക്ക് വചനത്തിൻ്റെയോ ജ്ഞാനത്തിൻ്റെയോ വൈഭവം ഒന്നും എനിക്കില്ല. പക്ഷെ എനിക്കൊന്നുണ്ട്, ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ മാത്രം അറിയണം. അത്ര മനോഹരമായൊരു ചിന്തയാണ്. ഇനി അറിയണമെന്ന് ഞാൻ നിർണയിച്ചു. അതിൻ്റെ 3-ാം വാക്യം. ഞാൻ ബലഹീനതയോടും ഭയത്തോടും വളരെ നടുക്കത്തോടും കൂടി നിങ്ങളുടെ ഇടയിൽ ഇരുന്നു. അതെന്താ എൻ്റെ അർത്ഥം? ബലഹീനതയോടെ, ഭയത്തോടെ, നടുക്കത്തോടെ ഇരുന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതിൻ്റെ അടുത്ത വാക്യത്തിലാണ് അതിൻ്റെ അർത്ഥം കിടക്കുന്നത്. നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ല, ദൈവത്തിൻ്റെ ശക്തി തന്നെ ആധാരമായിരിക്കേണ്ടതിന്
കൊരിന്ത്യയിലെ വിശ്വാസികളെ, നിങ്ങൾ കർത്താവിൽ വിശ്വസിക്കുന്നത്, ഞാനൊരു മനുഷ്യനാ, ഒരു വലിയ ജ്ഞാനിയാ പൗലോസ്. മനുഷ്യരുടെ ജ്ഞാനമല്ല, ദൈവത്തിന്റെ ശക്തി തന്നെ ആധാരമായിരിക്കണം. ദൈവത്തിന്റെ ശക്തി എവിടെയാ ഉള്ളത്? ഇതേ ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ കിടപ്പുണ്ടോ? 1 കൊരിന്ത്യർ 1:18, ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വം, രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയാകുന്നു. അപ്പൊ വചനത്തിലാ ദൈവശക്തി കിടക്കുന്നത്. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വം, രക്ഷിക്കപ്പെടുന്നവർക്ക് ദൈവശക്തി ഉണ്ടതില്ലേ. അത് വിശ്വസിച്ചാൽ ദൈവശക്തിയായിട്ട് വ്യാപരിക്കും. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, നിങ്ങളുടെയൊക്കെ വന്നപ്പോൾ ഞാൻ ഭയത്തോടും നടുക്കത്തോടും കൂടെ നിങ്ങളുടെ ഇടയിൽ ഇരുന്നു. എന്താ കാര്യം? നിങ്ങളുടെ വിശ്വാസം, നിങ്ങൾ കർത്താവിനെ വിശ്വസിക്കുന്നത് ഒരു ജ്ഞാനിയായ ഞാൻ കുറെ തത്വജ്ഞാനം പറഞ്ഞ്, കുറെ എന്താ പറയുക, പ്രാസമൊപ്പിച്ച് പറഞ്ഞ്, പിന്നെ കുറെ എന്താ അലങ്കാര പദപ്രയോഗങ്ങളൊക്കെ പ്രയോഗിച്ച്, ഇന്നൊക്കെ പലരും പ്രയോഗിക്കുന്ന പോലെ 10 ഇക്ഷ, 10 ഇട്ട, 10 ഇക്ക, അതൊക്കെ പറയുമ്പോൾ ആൾക്കാർ വിചാരിക്കും പാസ്റ്റർ എന്ത് പാസ്റ്റാന്ന് വിചാരിക്കും. ഒരു ചുക്കുമില്ല. തത്വജ്ഞാനം പറയുക, തത്വജ്ഞാനം വെറും തത്വജ്ഞാനം പറയുമ്പോൾ വഞ്ചനയാണെന്നാ പോലും ഓടിപ്പിച്ചേ. ചക്രവാക്കം മുഖസ്ഥിതിയും പറയുക, വചനം പറയാതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ്, പൗലോസിന്റെ ഭാഷ കടമെടുത്ത് പറഞ്ഞാൽ പ്രവൃത്തി 20:20, പ്രയോജനമുള്ളതൊന്നും മറച്ചു വെക്കാതെ, പ്രയോജനമുള്ളത്, കർത്താവിന്റെ വരവിൽ പോകാൻ വേണ്ടി പ്രയോജനമുള്ളത്, ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടിയുള്ളത്, ആത്മീയ വർധനവിന് വേണ്ടിയുള്ളത്, ആത്മീയ നിറവിന് വേണ്ടിയുള്ളത്, അതാ സഭയെ പഠിപ്പിക്കേണ്ടത്. അതാ ഞങ്ങൾ ഈ വാക്യമൊക്കെ എടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് 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 സമയം കൊല്ലുക, കിട്ടേണ്ടതൊട്ടും കിട്ടത്തില്ല. ഒരു കുഞ്ഞിന് നമ്മൾ കൊടുക്കുന്ന നല്ല പ്രോട്ടീൻസ് ഉള്ള ആഹാരമാണ്. അല്ലാതെ വാഴക്കയുടെ ഈ ചിപ്സ് വറുക്കുന്നിടത്ത് പോയിട്ട് അവിടെ പോയി അതിൻ്റെ വാഴക്ക എടുത്ത് അവർ വറുത്ത് വിൽക്കും. അതിൻ്റെ തൊണ്ടെടുത്തുകൊണ്ട് വന്ന് അരിഞ്ഞ് അതൊരു പേസ്റ്റ് പോലെ ആക്കി കുഞ്ഞിന് കൊടുക്കും. നമ്മൾ ഇവിടെ അതിൻ്റെ ഉള്ളിലുള്ളതാണ് ഉണക്കി കൊടുക്കുന്നത്. നേന്ത്രക്കായ ഉണക്കി പൊടിച്ച് കുഴച്ച് ഞാൻ കേട്ടിട്ടുണ്ട് പല പ്രാവശ്യം. ഞങ്ങൾക്കൊന്നും അത് കിട്ടാൻ പോയാൽ ഞങ്ങൾക്ക് ചക്കയും മാങ്ങയും തേങ്ങയൊക്കെ കിടന്ന് കിടന്നു. ഞങ്ങൾക്ക് ഇന്നത്തെ ഈ ഫുഡുകളൊന്നും ഞമ്മക്ക് കിട്ടിയില്ല. അത് വേണ്ടതെന്നാണ് നമുക്ക്. അന്നത്തെ ചക്കയും മാങ്ങയും തേങ്ങയും കഴിച്ച് കിടന്നതിൻ്റെ ആരോഗ്യം ഇന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നിപ്പോവുക ചില സമയം. വയസ്സ് 70 പോണല്ലോ. ഇവിടെ 30 വയസ്സുള്ളവൻ കിറിഞ്ചി കിടക്കുക, 45 വയസ്സുള്ളവരെ പിടിച്ചു നടത്തണം. നമ്മളിതേ കൃപയാൽ നമ്മൾ നടക്കുക. അപ്പോൾ ഭക്ഷണവും ഒരു മനുഷ്യൻ്റെ ആരോഗ്യത്തിന് ഒരു ഘടകമാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കിക്കോണം. ഇന്നത്തെ മോഡേൺ ഫുഡ് മുഴുവൻ കുഞ്ഞുങ്ങളെ നശിപ്പിക്കുന്ന, 19 വയസ്സാകുമ്പോൾ ഇന്നത്തെ യൂസ് മുഴുവൻ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടും. ഒരു പക്ഷേ ഐത്യങ്ങൾ ചത്തൊടുങ്ങിയാലും നമ്മൾ കാണുമെന്ന് എനിക്ക് തോന്നണം. കാരണം നമ്മൾ പഴയ ആൾക്കാരായതുകൊണ്ട് ഫുഡൊക്കെ ശ്രദ്ധിച്ച് കഴിക്കുന്നുണ്ട്. അപ്പം ഇവിടെ നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ല. ഞാനൊരു മനുഷ്യനാ, ഞാനൊരു ജ്ഞാനിയാ, ഒരു യഹൂദ റബ്ബിയാ, താൻ അത് എടുത്ത് പ്രൊജക്റ്റ് ചെയ്ത് പറയുന്നില്ലെന്നേ ഉള്ളൂ. നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ല, ദൈവത്തിന്റെ ശക്തി തന്നെ ആധാരമായിരിക്കേണ്ടതിന് എൻ്റെ വചനവും എൻ്റെ പ്രസംഗവും ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളല്ല, ആത്മാവിന്റെ ശക്തിയുടെയും പ്രദർശനം അത്രയായിരുന്നത്. ഈ ആത്മാവിന്റെ ശക്തിയുടെ പ്രദർശനം എന്ന് പറഞ്ഞാൽ വചനം ആത്മാവിൽ പ്രസംഗിക്കുമ്പോൾ കരയും, നിലവിളിക്കും, ഇരുന്ന് ജനം മാനസാന്തരപ്പെടും, ഉരുകും, പ്രദർശനം ഉണ്ടാവും, കാണാൻ എന്തെങ്കിലും ഉണ്ടാവും. വിശ്വാസികൾ ഇരുന്ന് കരയും, ഇരുന്ന് അനുദപിക്കും, ദൈവസേന ഇരുന്ന് നെടുവീർപ്പിടും. കാരണം എന്താ? പാപബോധം ഉണ്ടായി. വചനം പ്രസംഗിക്കുമ്പോഴല്ലേ വിശ്വാസികൾക്ക് പാപബോധം ഉണ്ടാകത്തുള്ളൂ. കെട്ടുകഥ, കഴിവിക്കഥ, നിർമ്മിതകഥ, സങ്കല്പകഥ, ഇതൊക്കെ പ്രസംഗിച്ച് ജനത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഇന്ന്. ഹല്ലേലൂയ, സ്തോത്രം. വചനം പ്രസംഗിക്കുക, സമയത്തും അസമയത്തും ഒരുങ്ങിയിരിക്കുക. തിമോഥെയോസിനോട് പറഞ്ഞ വചനത്താലുള്ള പോഷണം, വചനത്താലുള്ള പോഷണമാണ് വിശ്വാസികൾ കിട്ടേണ്ടത്. അല്ലാതെ കുറെ പ്രാസം ഒപ്പിച്ചുള്ളതും കുറെ തത്വജ്ഞാനവും അവരിങ്ങനെ പറഞ്ഞു ഇവരിങ്ങനെ പറഞ്ഞു, അതൊക്കെ 1ഉം 2ഉം വാക്കുകൾ പറഞ്ഞ് വിടുക. ഈ പഥ്യവചനം, പഥ്യോപദേശം ജനത്തിന് കൊടുക്കുക. ഈ പഥ്യവചനം, പഥ്യോപദേശം കൊടുക്കാതെ ആരെ വളരുന്നേ?
ഞാൻ പറഞ്ഞല്ലോ 25 വർഷമായ ഒരു വിശ്വാസിയെ ഈ കഴിഞ്ഞ ദിവസം കണ്ടിട്ട് 3 വർഷം ബൈബിൾ കോളേജിലും പഠിച്ചു. ഒരു പുണ്ണാക്കും അറിയത്തില്ല. അതും ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. കാരണം അവരെ പഠിപ്പിച്ച ശിഷ്യന്മാർ പഠിപ്പിച്ചിട്ടില്ല അവരെ. ഞാൻ എപ്പോഴും പറയുന്ന പദം പിന്നെയും പിന്നെയും ആവർത്തിക്കുക, ക്ഷമിക്കണേ. റോമാസഭയെ പൗലോസ് ഉപദേശം പഠിപ്പിച്ചു, സഭ അത് പഠിച്ചു. ഇന്ന് ഉപദേശം പഠിപ്പിക്കാതെ കണ്ട ചപ്പും ചവറും പറഞ്ഞ് കേൾപ്പിച്ച് കൊണ്ടുനടക്കുക. പിന്നെ ഇത് എന്ത് ബോധം ഉണ്ടാവും? എൻ്റെ ഒരു സ്നേഹിതൻ പാസ്റ്റർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സജീവ ബാംഗ്ലൂർ അംബാനിയുടെ കാര്യങ്ങളൊക്കെ ഈ ഭൗതിക അനുഗ്രഹങ്ങളല്ല ദൈവാനുഗ്രഹം എന്ന് പുള്ളി പ്രസംഗിച്ചപ്പോൾ ഒരു സഹോദരൻ അവിടെ ഇരുന്നിട്ട് പറയും, ആ തങ്കുവിന്റെ വിശ്വാസിയാ. അതപ്പോ തന്നെ മനസ്സിലായി, ആ വർത്തമാനത്തിൽ തന്നെ മനസ്സിലായി. അപ്പൊ അംബാനിനെയൊക്കെ ദൈവം അനുഗ്രഹിച്ചല്ലേ? രത്തൻ ടാറ്റയെ ദൈവം അനുഗ്രഹിച്ചല്ലേ? ദാവൂദ് ഇബ്രാഹിമിനെ ദൈവം അനുഗ്രഹിച്ചല്ലേ? അപ്പൊ അവന്റെ ഉള്ളിൽ കിടക്കണം എന്തുവാ? അവനെ പഠിപ്പിച്ച് വിട്ടിരിക്കുക. ആ നിലയിൽ ഈ കൂടം പിടിക്കാത്തവന്മാര് സുവിശേഷം കൊണ്ട് കോടികൾ ഉണ്ടാക്കിയ കള്ളപ്രവാചകന്മാരും ദുർവൃഷ്ടന്മാരും സഭയെ കൊന്നു മുടിച്ചിട്ടിരിക്കുക. ആരുണ്ട് ഇവിടെ പത്യവനം പ്രസംഗിക്കാൻ? ആരുണ്ട് ഇവിടെ പത്യോപദേശം പ്രസംഗിക്കാൻ? സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താൽ ആള് ക്രിസ്തുവേശുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നത് പറയാൻ ആരുണ്ട് ഇവിടെ? ദൈവവചനമെന്ന വാളെടുത്ത് തലങ്ങും വിലങ്ങും ദുരുപദേശത്തിനെതിരെ പ്രഹരിക്കാൻ ആരുണ്ട് ഇവിടെ? എല്ലാവരും കാശുണ്ടാക്കാൻ നടക്കുക. യൂട്യൂബിൽ പ്രസംഗിച്ച് 50,000 രൂപ മേടിക്കുന്ന ഒരു പാസ്റ്റർ എനിക്കറിയാം, പേരും ഒന്നും ഞാൻ പറയുന്നില്ല. 50,000 കിട്ടുക. അപ്പൊ പിന്നെ പ്രസംഗം മുഴുവൻ കാശ് കിട്ടാൻ വേണ്ടിയുള്ളതാണ്. യൂട്യൂബിൽ എൻ്റെ മെസ്സേജ് കിടപ്പുണ്ട്, ബൈബിൾ സ്റ്റഡി ബാർ പാസ്റ്റർ സാമ്പോൾ എന്നടിച്ചാൽ നിങ്ങൾക്ക് കിട്ടും പ്രസംഗങ്ങൾ. കാശുണ്ടാക്കാനല്ല, ദൈവസഭയുടെ നവീകരണത്തിന് വേണ്ടി, ഉദ്ധാരണത്തിന് വേണ്ടി, കർത്താവിൻ്റെ വചനോട് ജനത്തെ ഒരുക്കാൻ പ്രസംഗിക്കുക. അപ്പൊ ചോദിക്കും കാശൊക്കെ കൂടി. ഒരു കാശും ഇല്ല. അന്നെന്നുള്ളത് ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുക. അത്ഭുതമായിട്ട് ദൈവം നടത്തുക. ഒരുത്തൻ്റെ പോക്കറ്റിൽ കിടക്കുന്ന കാശ് ഞങ്ങളുടെ പോക്കറ്റിൽ വരാനുള്ള പ്രസംഗമൊന്നും ഞങ്ങൾ ചെയ്യാറില്ല. പണ്ട് പോൾ ഗോപാലകൃഷ്ണൻ പറഞ്ഞ പോലെ പൈസ ഇല്ലെങ്കിൽ ചില ബിരുദന്മാർ പറയുക, പേഴ്സ് എടുക്കുക, എടുത്തു. അതിലേറ്റവും വലിയ തുക എടുക്കുക, എടുത്തു. അത് പൊക്കി പിടിക്കുക. ഞങ്ങളുടെ എറണാകുളം പട്ടണത്തിലുണ്ടായിരുന്ന ഒരു ബിരുദൻ പോയി, ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. ഇവിടെ ഞങ്ങളുടെ വോളണ്ടറി വരുന്നുണ്ട്, അതിലേക്ക് ഇടുക. തട്ടിപ്പല്ലേ? ശുദ്ധ തട്ടിപ്പല്ലേ അത്? ആര് ചെയ്താലെന്താ? ഇനി വേറൊരു ബിരുദൻ, നിങ്ങൾ പൈസ കൊണ്ടുവന്നില്ല, സാരമില്ല, നിങ്ങളുടെ വള, നിങ്ങളുടെ മാല, നിങ്ങളുടെ മൂക്കുത്തി, നിങ്ങളുടെ കാക്കുത്തി, നിങ്ങളുടെ ആക്കുത്തി എല്ലാം ഞങ്ങൾ സ്വീകരിക്കും. പൗലൂസ് പറഞ്ഞു, നിങ്ങളുടെ ആരുടെയും വെള്ളിയും പൊന്നും ഞാൻ ആഗ്രഹിച്ചില്ല. ഇവിടെ വെള്ളിയും പൊന്നും സ്വർണവും ചോദിച്ചു മേടിക്കുക. ഒരു സുവിശേഷനെ പിടിച്ചപ്പോൾ എൻ്റെ ഒരു കൂട്ടു പാസ്റ്റർ പറഞ്ഞതാണ്, 50 കിലോ സ്വർണം സുവിശേഷകന്റെ കയ്യിൽ നിന്ന് കിട്ടി. ഇതെവിടെ എവിടെ നിന്ന് കിട്ടിയത്? ഇതെങ്ങനെ കിട്ടി? ബെരസ്താ കുളം ഉണ്ടാക്കിയിട്ട് ആ കുളത്തിൽ മാലയും മോതിരവും ഒക്കെ വലിച്ചെറിയുക. ഇങ്ങനെ മറ്റൊരു സുവിശേഷം, മറ്റൊരു ആത്മാവ്, മറ്റൊരു ക്രിസ്തു ഇന്നത്തെ ആത്മീയ ഗോളത്തെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുക. ക്യാൻസർ രോഗം പോലെ വിശ്വാസികളെ, ദൈവമക്കളെ വിട്ടൊഴിഞ്ഞു. ഇല്ലെങ്കിൽ നമ്മൾ നശിച്ചു പോകും. കർത്താവും തൻ്റെ സ്ലീഹന്മാർ അപ്പോസ്തലന്മാർ തന്ന അവിശുദ്ധമായ പ്രമാണം പ്രസംഗിച്ച് ജനത്തെ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കുക. അതാണ് ദൈവഹിതം. അവരുടെ ബയോഡറ്റ ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഇപ്പം ഞാനത് പറയുന്നില്ല. നിങ്ങൾക്ക് വാക്യം വേണമെങ്കിൽ എടുത്തങ്ങ് വായിച്ചു. 1 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ മുമ്പിൽ തന്നെ ഞാൻ ഇരിക്കുന്നത്. 9, 11, 12, 13. ആ 12-ാം വാക്യം 10-ാം വാക്യം വേറൊരു വിഷയത്തെക്കുറിച്ച് പറയാം. അതുകൊണ്ട് ഞാൻ അതങ്ങ് വിടുക. 9, 10, 11, 12. 1 കൊരിന്ത്യർ 4-ന്റെ 9, 11, 12, 13. അതാണ് അപ്പോസ്തലന്മാരുടെ സാക്ഷ്യം. പക്ഷെ അവർ കരുത്തന്മാരായിരുന്നു.
അവർ ദരിദ്രരെ സമ്പന്നരാക്കുന്നവരാണെന്നാണ് 2 കൊരിന്ത്യർ അധ്യായം പഠിപ്പിക്കുന്നത്. അത് കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും. ഞങ്ങൾ വേണമെങ്കിൽ ഒന്ന് വായിക്കാം, അതിലെനിക്ക് സന്തോഷമുണ്ട്. 2 കൊരിന്ത്യർ 6-ാം അധ്യായത്തിൽ ബഹു കഷ്ടത, സഹിഷ്ണുത, ബുദ്ധിമുട്ട്, സങ്കടം, തല്ല്, തടവ്, കലഹം, അധ്വാനം, ഉറക്കളിപ്പ്, പട്ടിണി, നിർമ്മലത, പരിജ്ഞാനം, ദീർഘക്ഷമ, ദയ, പരിശുദ്ധാത്മാവ്, നിർവ്യാജ സ്നേഹം, സത്യവചനം, ദൈവശക്തി എന്നിവയിലും ഇടത്തും വലത്തും നീതിയുടെ ആയുധങ്ങൾ ധരിച്ചുകൊണ്ട് മാനാപമാനങ്ങളും സൽകീർത്തികളും അനുഭവിച്ചും ചതിയന്മാരെന്നിട്ടും സത്യവാന്മാർ, ആരും അറിയാത്തവരെന്നിട്ടും എല്ലാവരും നല്ലവണ്ണം അറിയുന്നവർ, മരിക്കുന്നവരെന്നിട്ടും ഇതാ ഞങ്ങൾ ജീവിക്കുന്നു, ശിക്ഷിക്കപ്പെടുന്നവരെങ്കിലും കൊല്ലപ്പെടാത്തവർ, ദുഃഖിതരെങ്കിലും. ഈ 10-ാം വാക്യം എന്നെ എടുത്ത് കുടഞ്ഞു കളഞ്ഞു. ഇന്നത്തെ ശിഷ്യന്മാർക്കില്ലാത്ത ഒരവസ്ഥ. ദുഃഖിതരെങ്കിലും എപ്പോഴും സന്തോഷിക്കുന്നവർ, ദരിദ്രരെങ്കിലും പലരെയും സമ്പന്നനാക്കുന്നവർ, ഒന്നുമില്ലാത്തവരെങ്കിലും എല്ലാം കൈവശമുള്ളവരായി തന്നെ. ഇന്നിപ്പോ കുമിഞ്ഞു കൂട്ടി വെച്ചിരിക്കുകയല്ലേ. ഈ കൂട്ടി കൊണ്ടുവച്ച് വല്ല ഡോക്ടർമാർക്കും വൈദ്യന്മാർക്കും പിന്നെ അല്ലാത്ത കാര്യങ്ങൾക്കൊക്കെ വേണ്ടി കൊടുക്കുക. ഇന്നത്തെ കാശുകാരുടെ കാര്യം ഞാൻ പറയുക. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. നമ്മുടെ കയ്യിൽ സുവിശേഷം നിമിത്തം ധനസമ്പാദനം നമ്മുടെ കയ്യിൽ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ബാങ്കുകളിൽ വരികയാണെങ്കിൽ, നിന്നെപ്പോലെ ഹതഭാഗ്യം ലോകത്ത് പറയില്ല. ഒരൊറ്റ പൈസ സമ്പാദിക്കാൻ പ്രമാണമില്ല. മനസ്സിലായോ? ശരി, വീട് വെച്ചോ, നോർമൽ വീട് വെച്ചോ, ഒരു നോർമൽ കാർ മേടിച്ചോ, നോർമലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേ. സുവിശേഷനാണെങ്കിൽ BMW വേണ്ടി കിടന്ന് കാറരുത്, പ്രാർത്ഥന നടത്തരുത്, ഉപവസിക്കരുത്. കേരളക്കരയിൽ പെന്തക്കോസ് പ്രസ്ഥാനത്തിന്റെ തലപ്പത്തിരിക്കുന്ന പലരും എനിക്കറിയാം 11 കോടിയുടെ വീട് വെച്ചവരുണ്ട്. അപ്പൊ സിനിമാ സ്റ്റാർ 5 കോടിയിലേ വെച്ചിട്ടുള്ളൂ. ചിന്തിച്ചോണേ. ഒരു സിനിമാ സ്റ്റാറിന്റെ കയ്യില് 10 കോടി ഉള്ളപ്പോൾ സുവിശേഷന്റെ കയ്യിൽ 16,000 കോടി. ഇതെവിടെ നിന്ന് കിട്ടി? ഈ കാശ് കൂടുമ്പോഴല്ലേ ഡിസ്കോ ഡാൻസ് ഒക്കെ കളിക്കുന്നേ. പരപരമേശ പരമരുളീശ. കാക്കാച്ചിന് പോക്കില്ലെങ്കിലോ ഉപവസിച്ചും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഞാൻ ഇവരെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുക. ബഹുമാനപ്പെട്ട KP യോഹന്നാൻ സാറ് മരിച്ചുപോയെങ്കിലും അദ്ദേഹത്തെ ഞാൻ പഠിച്ചു. ഇന്ന് കാണുന്ന ആത്മീയ ഗോളത്തിൽ കാണുന്ന ഓരോ ലീഡേഴ്സിനെയും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക. ഒട്ടുമുക്കാലും പേരുടെ ഹിസ്റ്ററികൾ എനിക്കറിയാം. ഞാൻ അവരെ ആക്ഷേപിക്കാനോ അവരെ നിന്ദിക്കാനോ അവരെ പഴിക്കാനോ ഇത് പഠിച്ചതല്ല. എനിക്ക് ആ ഗതികെട്ട അവസ്ഥ വരാതിരിക്കാൻ. ഒന്ന് ഇളച്ച് പ്രസംഗിച്ചാൽ എനിക്ക് ഇഷ്ടംപോലെ കാശ് കിട്ടും. ഞാനും എൻ്റെ പ്രസംഗം കേൾക്കുന്നവരും നശിച്ചു പോകും. എൻ്റെ ഏറ്റവും ലാസ്റ്റത്തെ മെസ്സേജായിരുന്നു, നിന്നെ സൂക്ഷിക്കാൻ ഉപദേശം സൂക്ഷിക്കുക. അങ്ങനെ ചെയ്താൽ നിന്നെയും നിന്റെ പ്രസംഗം കേൾക്കുന്നവരും രക്ഷിക്കും. അല്ലെങ്കിൽ നിനക്കുമില്ല രക്ഷ, നിന്റെ പ്രസംഗം കേൾക്കുന്നവർക്കും രക്ഷയില്ല. ഇന്ന് പല പ്രാസംഗികന്മാർക്കും രക്ഷയില്ല, അവരുടെ പ്രസംഗം കേൾക്കുന്നവർക്കും രക്ഷയില്ല. ആ നിലയിൽ കാര്യങ്ങൾ എത്തിപ്പെട്ടിരിക്കുക. ഒരു തിരുത്തൽ അനിവാര്യം, ഒരു മടങ്ങിവരവ് അനിവാര്യം. സത്യവേദ പുസ്തകത്തിലെ പുതിയ നിയമസഭയ്ക്ക് തന്നിരിക്കുന്ന അവസാനത്തെ മെസ്സേജ്, ഏറ്റവും ലാസ്റ്റത്തെ മെസ്സേജ് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. എന്താ എഴുതിയിരിക്കുന്നത്? എനിക്ക് പ്രിയമുള്ളവരൊക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. ആകയാൽ നീ ജാഗ്രതയുള്ളവനായിരിക്കുക, മാനസാന്തരപ്പെടുക. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടി അത്താഴം കഴിയും. ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. ഞാനും ജയിച്ചെൻ്റെ പിതാവിനോടുകൂടെ അവൻ്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ തന്നെ. ഈ വാക്കാണ് ഭയപ്പെടേണ്ടത്. 22 വെളിപ്പാട് 3:22 ആത്മാവ് സഭയോട് പറയുന്നത് എന്തെന്ന്? ചെവിയുള്ളവൻ കേൾക്കട്ടെ. ചെവി ഉണ്ടെങ്കിൽ കേട്ടാൽ മതി, മനസ്സുണ്ടെങ്കിൽ കേട്ടാൽ മതി, ഇല്ലെങ്കിൽ തള്ളിക്കളഞ്ഞേര്.
എനിക്ക് മയമൊന്നുമില്ല, എനിക്ക് മയമില്ല. ഞാനിതിനെ മയപ്പെടുത്തണേ? ജോലിയും കൂലിയും കളഞ്ഞ് വചനം പ്രസംഗിക്കാൻ വന്നിട്ട് ആരെ മയപ്പെടുത്താൻ, ആരെ സൂചിപ്പിക്കാനാ? ഏയ്, ആ പരിപാടിയില്ല. അതൊക്കെ നിർത്തി, പണ്ടേ നിർത്തി. സുവിശേഷകന്മാരോടും വിശ്വാസികളോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പത്യവചനവും ഭക്തിക്കൊത്ത് ഉപദേശവും വായിച്ച് പഠിച്ചനുസരിച്ച് ജീവിച്ചില്ലെങ്കിൽ നമ്മുടെ ക്രിസ്ത്യ ജീവിതം അമ്പേ പരാജയമായി തീരും. ഞാൻ പഴയ നിയമത്തിനെതിരല്ല, ഞാൻ സങ്കീർത്തനത്തിനെതിരല്ല, ഞാൻ മോശയ്ക്ക് പ്രമാണത്തിനെതിരല്ല. അത് നമുക്കുള്ള പ്രമാണം അല്ലെന്ന് ഞാൻ ശക്തിയോടെ പ്രസംഗിക്കും. മീൻ പിടിച്ചു കിടന്ന പത്രോസാണ് എന്നെ അത് പഠിപ്പിച്ചത്. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പത്രോസിൻ്റെ 2-ാം ലേഖനം 3-ാം അധ്യായത്തിൽ, പ്രിയമുള്ളവരെ, ഞാനിപ്പോൾ നിങ്ങൾക്ക് എഴുതുന്നത് 2-ാം ലേഖനമല്ലോ, വിശുദ്ധ പ്രവാചകന്മാർ മുൻപറഞ്ഞ വചനങ്ങൾ, വിശുദ്ധ പ്രവാചകന്മാർ പറഞ്ഞ മോശം മുതൽ മലാഖി വരെയുള്ള വചനങ്ങൾ, നിങ്ങളുടെ അപ്പോസ്തലന്മാർ മുഖാന്തരം കർത്താവിൻ്റെ രക്ഷിതവുമായവൻ തന്ന കൽപ്പന. അപ്പം മുൻപറഞ്ഞ വചനം, കർത്താവിൻ്റെ രക്ഷിതവുമായവൻ തന്ന കൽപ്പന, അത് അപ്പോസ്തലന്മാരിലൂടെയാണ് കിട്ടിയത്. എനിക്കൊരു അച്ചായനുണ്ട് ഇവിടെ തൃശ്ശൂർ. അപ്പോസ്തലന്മാരുടെ ഉപദേശം എന്ന് പറയുമ്പോൾ നേറി അടിക്കുക പുള്ളി പറഞ്ഞു, യേശു പറഞ്ഞതോ? എൻ്റെ പൊന്നച്ചായ, യേശു പറഞ്ഞത് മുഴുവൻ അപ്പോസ്തലന്മാർ പറഞ്ഞത് തന്നെയാ. പിതാവേ, നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു, നിന്റെ വചനം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ അപേക്ഷിക്കുന്നു. എടുത്ത് വായിച്ചോളം. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം. സംശയമുള്ളവർ 1 മുതൽ 20 വരെയുള്ള വാക്യം എടുത്ത് നന്നായിട്ട് വായിച്ച് പഠിക്കുക. അവരെ, അവരുടെ, അവർക്ക് 10-30 പ്രാവശ്യം എഴുതിയിട്ടുണ്ട്. അപ്പോസ്തലന്മാരുടെ പ്രാധാന്യത അധ്യായം വെളിപ്പെടുത്തുക. സാറിന് ഭാഷമാർ പറയാറില്ലേ, ചില അധ്യായങ്ങളിൽ ഒരു 10-15 പ്രാവശ്യം ഒരു വിഷയം റിപ്പീറ്റ് ചെയ്താൽ അതൊരു വലിയ പ്രാധാന്യമുള്ള വിഷയമാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. പറയാറുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെ അപ്പോസ്തലന്മാരെ കുറിച്ച് അവരെ, അവരുടെ, അവർക്ക്, അവരെ 10-30 പ്രാവശ്യം എഴുതി വെച്ചിട്ടുണ്ട്. പിതാവ് തെരഞ്ഞെടുത്ത് പുത്രന് കൊടുത്തതാണ് ഈ അപ്പോസ്തലന്മാർ. അവരുടെ മീൻ പിടിച്ച് നടന്നവരാണ്. മീൻ പിടിച്ച് നടന്നവരാ. മീൻ പിടിച്ചവരും ടാക്സ് പിടിച്ചവരും ഒക്കെയാ. പക്ഷെ അവരെ ടാക്സ് കൊടുത്തിട്ടില്ല. ടാക്സ് കൊടുക്കാൻ ഇല്ലായിരുന്നു. പാസ്റ്ററിന് എങ്ങനെ അറിയാം? നേരത്തെ പറഞ്ഞില്ലേ, 1 കൊരിന്ത്യർ 4-ന്റെ 9, 11, 12, 13 നന്നായിട്ട് വായിച്ചു പഠിച്ചോ. അവർ ടാക്സ് കൊടുക്കാൻ അവരിൽ ഇല്ല. 2 പാസ്റ്റർമാരിരുന്ന് ഞെളിഞ്ഞിരുന്ന് സോഷ്യൽ മീഡിയയിൽ പ്രസംഗിച്ചാൽ ഞാൻ കേട്ടു, ഞാൻ ടാക്സ് കൊടുക്കുന്ന ആളാണ്. എന്തോ വലിയ ആനക്കാര്യം പോലെ പറയുക. ഞാൻ ടാക്സ് കൊടുക്കുന്നുണ്ട്, എനിക്ക് കിട്ടുന്നതിനൊക്കെ ടാക്സ്. കാരണം വക്രിച്ചുണ്ടാക്കുകയല്ലേ ഇഷ്ടം പോലെ. ചപ്പൻ ചവറും പറഞ്ഞ് ഇഷ്ടം പോലെ ആൾക്കാരെ തീറ്റിച്ച് അവരുടെ ഭൗതികം മുഴുവൻ വാരി കോരി വെച്ച് പിന്നെ ടാക്സ് കൊടുക്കണ്ടേ? പോലീസ് പിടിച്ചോണ്ട് പോകൂലേ? നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരില്ലേ അവരെ? എല്ലാ ഉപദേശിമാരെയും അവരുടെ സാമ്പത്തിക, ഈ ഇലക്ഷൻ നിൽക്കാൻ നേരത്ത് കാൻഡിഡേറ്റിൻ്റെ സമ്പത്ത് വെളിപ്പെടുത്തണം എന്ന് പറഞ്ഞ പോലെ എല്ലാ ഉപദേശിമാരുടെ സമ്പത്ത് വെളിപ്പെടുത്താൻ പറയണം. അപ്പോൾ അറിയാം പിടിക്കപ്പെടുന്ന കുറേ എണ്ണം. വ്യാജം പ്രസംഗിച്ച് കാശുണ്ടാക്കി സുഖിക്കുന്ന സുഖിയന്മാരായി എൻ്റെ കുറേ പാസ്റ്റർമാർ, എൻ്റെ സ്നേഹിതന്മാർ, എൻ്റെ കാറ്റഗറിപ്പെട്ടവർ, എനിക്ക് ദുഃഖത്തോടെ, വിഷമത്തോടെ, കണ്ണുനീരോടെ ഞാൻ പറയുക, വേദനയോടെ ഞാൻ പറയുക, സുവിശേഷം നിനക്ക് ധനസമ്പാദനത്തിന് വേണ്ടിയുള്ളതല്ല, അത് ജനത്തിൻ്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയുള്ളതാണ്. അത് ദൈവരാജ്യ പ്രവേശനത്തിന് വേണ്ടി ദൈവം തന്നിരിക്കുന്ന സുവിശേഷം. ആ സുവിശേഷത്തിൻ്റെ കണ്ടൻസ് യേശു ക്രിസ്തുവാണ്. ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഓർത്തെന്നേറ്റ് യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുവിൻ, അതാകുന്നു എൻ്റെ സുവിശേഷം. സുവിശേഷം എന്താ? യേശു ക്രിസ്തുവാ. ക്രിസ്തുവിൻ്റെ ഉപദേശം, ക്രിസ്തുവിൻ്റെ പ്രമാണം. ആദാമ്യ പാപത്തിൽ മരിച്ച് നശിച്ച് നാമാവിശേഷമായി പോകേണ്ട ലോകജനതയെ, ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായ യേശു ക്രിസ്തുവിനെ പിതാവ് അയച്ച് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച്, യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിൽ വിശ്വസിച്ച്, യേശുവിൻ്റെ പാപത്തിന് വേണ്ടി മരിച്ചുവെന്ന് വിശ്വസിച്ച്, യേശുവിനെ കർത്തൃത്വം ചെയ്യാൻ ഏൽപ്പിച്ചു കൊടുത്ത്, പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ട്, ഞാൻ കൂടെ കൽപ്പിച്ചതൊക്കെ പ്രമാണിപ്പാൻ കൊണ്ട് ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളിൽ ശിഷ്യരാക്കിക്കൊള്ളുവിൻ എന്നെഴുതിയിരിക്കുന്ന കർത്താവിൻ്റെ വിലേറിയ വചനം അനുസരിച്ച് ജീവിക്കുന്നവർ. അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായി മരിച്ച് അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചും പോന്നു. ആര്? പുതിയ നിയമസഭയുടെ ആദ്യത്തെ ഗ്രൂപ്പ്. പ്രവൃത്തി 2:42. അവരെ കർത്താവ് തൻ്റെ സഭയോട് ഉയർത്തുകൊണ്ടിരുന്നു. ഇന്ന് കാണുന്ന സഭ അല്ല 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 അല്ല.
ഈ പറഞ്ഞ ഉപദേശപ്രകാരമാണെങ്കിൽ ഇന്ന് കാണുന്ന സഭകളെല്ലാം ആണ്, ഇല്ലെങ്കിൽ അല്ല. എനിക്കൊരു സഭയോടും വിരോധമില്ല. ഞാനും ഒരു വലിയൊരു പ്രസ്ഥാനത്തിൻ്റെ ആളായിരുന്ന ആളാണ്. ഈ യാഥാർത്ഥ്യം മനസ്സിലായപ്പോൾ വലിച്ചെറിഞ്ഞ് കളഞ്ഞിട്ട് ഒരു സ്വതന്ത്രമായ ഒരു നിലവാരത്തിൽ, അല്ലെങ്കിൽ വീടുകളിൽ കൂടുന്ന ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ടൊക്കെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എന്നാ വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ സ്വർഗത്ത് പോകൂലേ? വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ സ്വർഗത്ത് പോകും. സമുദായ സഭകളിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ പോകാൻ സാധ്യത കുറവാണ്. കാരണം ഞാൻ നോക്കിയപ്പോൾ സ്നാനപ്പെടുത്താനും കല്യാണം നടത്താനും കുഴിച്ചിടാനും പിന്നെ പ്രാർത്ഥിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ട് തട്ടാനും പ്രാർത്ഥിച്ച് ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ കൊണ്ടിടാനും പ്രാർത്ഥിച്ച് എയർപോർട്ടിൽ കൊണ്ടുവിടാനും പ്രാർത്ഥിച്ച് എയർപോർട്ടിൽ നിന്ന് വീട്ടിൽ കൊണ്ടുവിടാനുമാണ് ഇപ്പം ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുന്നത്. ക്ഷമിക്കണേ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ എന്നോട് ക്ഷമിച്ചു കൊള്ളണേ. കാരണം സുവിശേഷ നിമിത്തം ഞാൻ കഷ്ടത അനുഭവിക്കുന്നില്ല, കഷ്ടത സന്തോഷത്തോടെ അനുഭവിക്കുക. അനേക കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാവുന്നു എന്ന പുസ്തകം പഠിപ്പിക്കുന്നത്. പുത്തനെങ്കിലും അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ചത് ഞാനായി. ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു. നിങ്ങളവൻ്റെ കാൽ ചുടുവെന്തുന്നാലും മാതൃക വെച്ചു മോഹിക്കും. ഇന്നത്തെ ന്യൂ ജനറേഷൻ പാസ്റ്റർമാർ കഷ്ടതയ്ക്കെതിരാ. ധനം ധനം ധനം, സമ്പത്ത് 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 എന്ന് പറഞ്ഞ് നിൽക്കുക. അവര് ഈ കോഴിപ്പോരിൽ നിൽക്കുന്ന പോലെ കൊണ്ടുപോവാ. ഇവിടെ ഞങ്ങളാണ് ദൈവത്തിന്റെ പ്രതിപുരുഷന്മാർ. ഈ ചെറുത്തന്മാർ പറയുന്നതാ. അപ്പൊ ഞങ്ങളൊക്കെ അരിയാഹാരം കഴിക്കുന്നവരും വേദോസ്തം വായിക്കുകയും ചെയ്യുന്നവരൊന്നും അല്ല, അവരാ ചെയ്യുന്നുള്ളൂ. ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. ഞാൻ മുൻ പറഞ്ഞ പോലെ പിന്നെയും പറയുന്നു, ഞങ്ങൾ അറിയിച്ച സുവിശേഷത്തിന് വിപരീതമായി ആരെങ്കിലും നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. പ്രവൃത്തി 20 എന്താ എഴുതിയിരിക്കുന്നത്? വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കും. അവർക്ക് പത്രോസ് കൊടുത്ത പേരെന്താ? റവറൻഡോ ഡോക്ടറോ എന്താ കൊടുത്തേ? ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടി ചെന്നായ്ക്ക് നിങ്ങളുടെ ഇടയിൽ കിടക്കും എന്ന് ഞാൻ അറിയുന്നു. ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയുവാനായി വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ എഴുന്നേൽക്കും. വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ, അപ്പോസ്തലന്മാർ പറഞ്ഞു വെച്ചതിന് വിപരീത ഉപദേശം പ്രസംഗിക്കുന്ന പുരുഷന്മാരെന്ന് കുറെ പിള്ളേർ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ പോക്കറ്റിൽ നിന്ന് ഫ്ലാറ്റ് എടുത്ത് കൊടുക്കുക, പ്രാർത്ഥിച്ച് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലേക്ക് നടത്തുക, പ്രാർത്ഥിച്ച് കോടികൾ മേടിച്ചു കൊടുക്കുക. സ്വർഗരാജ്യം അതൊരു അവരുടെ അജണ്ടയിൽ ഇല്ല. ഞാൻ ഇവരുടെ പ്രസംഗങ്ങളൊക്കെ ചില വാച്ച് ചെയ്യാറുണ്ട്. സ്വർഗം എന്നുള്ളൊരു പദം അവർ പറയത്തില്ല. ഞാൻ പുസ്തകം വായിച്ചു നോക്കിയപ്പോൾ യോഹന്നാൻ സ്നാപകനാണ് യേശുക്രിസ്തുവിന്റെ വഴികാട്ടി. പുള്ളി പറയുക സ്വർഗരാജ്യം സംഭവിച്ചിരിക്കുന്നു, കർത്താവ് ഒന്ന് സ്വർഗരാജ്യം സംഭവിച്ചിരിക്കുന്നു. അപ്പോസ്തലന്മാർ സ്വർഗരാജ്യം 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 ദൈവരാജ്യം. പ്രവൃത്തി പുസ്തകം 28-ാം അധ്യായത്തിൽ 2 ഭാഗത്ത് ദൈവരാജ്യത്തെക്കുറിച്ചും യേശുക്രിസ്തുവിനെ കുറിച്ചും ദൈവരാജ്യത്തെക്കുറിച്ചും യേശുക്രിസ്തുവിനെ കുറിച്ചും ഉപദേശിക്കുന്നു. ആരാ? ലോകത്തിലെ ഏറ്റവും വലിയ സുവിശേഷകനായ പൗലൂസ്. ഇന്നത്തെ പൗലൂസുമാർക്ക് എന്തു പറ്റി ഈ ദർശനത്തിന് അവർ താഴേക്ക് പോകാൻ? അനീതിയുള്ള മാമം വന്ന് കയറിയിരിക്കുക. അത് തോട്ടങ്ങളായി, കാറുകളായി, വീടുകളായി. ആ തലപ്പത്തിരിക്കുന്നവർക്ക് അമേരിക്കയിൽ വീടുണ്ട്, ലണ്ടനിൽ വീടുണ്ട്, പിന്നെ വേറെ കാനഡയിൽ വീടുണ്ട്. അവിടെയൊക്കെ പോയി കിടന്ന് സൂഹിക്കുക അവർ. എന്നിട്ട് ഇവിടെ വന്ന് ആള് കളിക്കുക. ഞാൻ പ്രസിഡന്റ്, ഞാൻ സെക്രട്ടറി എന്ന് പറഞ്ഞ് നിൽക്കുക. ഇങ്ങനെ വല്ല ഗുണമുണ്ടോ ജനത്തിന്? പത്യവചനം പത്യോപദേശം പറഞ്ഞ് കേൾപ്പിക്കണമെങ്കിൽ ഞങ്ങളെപ്പോലുള്ള സാധുക്കൾ വേണം പറയാൻ. അതാ പറഞ്ഞുകൊണ്ടിരിക്കണം. വേണേ കേട്ടോ, രക്ഷപ്പെട്ടോ. വഷളായ തലമുറയെ നോഹയുടെ കാലത്ത് ജലപ്രളയത്തിൽ മുങ്ങി നശിപ്പിച്ചെങ്കിൽ ഇനിയുള്ള വഷളന്മാരെ നശിപ്പിക്കാൻ അഗ്നിപ്രളയം ദൈവം വരുത്താൻ പോവുക. ഹല്ലേലൂയ. എൻ്റെ വാത്സല്യ ദൈവമക്കളെ, ഒരു വാത്സല്യ സഹോദരി 8 വർഷമായി 10 വർഷമായി രക്ഷിക്കപ്പെട്ടിട്ട് പത്യവചനം പത്യോപദേശമെന്ന് ഈ അടിയൻ ഞാനെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് പേടിയാ. എൻ്റെ സോപ്പ്, എൻ്റെ വണ്ടി, എൻ്റെ വീട്. നോ, നിനക്ക് ഈ മരുഭൂമിയിൽ ദൈവം തന്നിരിക്കുക അല്പസമയം പാർക്കാൻ. നിനക്ക് ഈ മരുഭൂമിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനായിട്ടൊരു കാറ് തന്നിരിക്കുക. നിനക്ക് മരുഭൂമിയിൽ ചൂടേക്കാതെ, മഴ വരുമ്പോൾ വെള്ളം വീഴാതെ
ഒരു ഭവനം ദൈവം നിനക്ക് തന്നിരിക്കുക. എൻ്റെ വീട്, എൻ്റെ വണ്ടി, എൻ്റെ കിണ്ടി എന്നൊന്നും പറയരുത്. ദൈവത്തിൻ്റെ ദാനമാണതെല്ലാം. അത് പരിമിതമേ കാണുള്ളൂ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ഞാൻ പുസ്തകം പഠിച്ചെടുത്തോളം അത് പരിമിതം, ലിമിറ്റേഴ്സ്. മോർ ലഗേജ് യാത്രയ്ക്ക് ബുദ്ധിമുട്ടാണ്. ലെസ് ലഗേജ് ആണെങ്കിലോ പെട്ടെന്ന് പോകാം. അതാ ഇടുക്കുവാതിൽ ഇടുക്കുവഴി എന്നൊക്കെ കർത്താവ്. കൂടുതൽ സമ്പാദിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ വല്ല പാവം പിടിച്ചവർക്ക് കൊടുക്കേ, അവർ കൊണ്ടുപോയി ഭക്ഷിക്കട്ടെ. നമ്മൾ ഇതൊക്കെ ഇവിടെ ഇട്ടിട്ട് പോകേണ്ടി വരും അവസാനം. ഞാൻ പെന്തക്കോ സമൂഹത്തോടാ പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതിയെന്ന് വിചാരിക്കേ. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹമാണ് യഥാർത്ഥ അനുഗ്രഹം എന്ന് വിചാരിക്കേ, പഠിക്കേ. ഞങ്ങൾ അങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നവരാ. ഭൗതിക അനുഗ്രഹമാണ് ദൈവം വാരിക്കോരുന്നെന്ന് പറഞ്ഞ് അതിൻ്റെ പുറകെ നടന്ന് ആൾക്കാരെ പറ്റിച്ച് കാശുണ്ടാക്കി. ഇപ്പോൾ കാശ് വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പം കണ്ണെല്ലാം കുരുടായിരിക്കുക. ആത്മീയ കുരുടൻ, ആത്മീയ ദരിദ്രൻ, ആത്മീയ നഗ്നൻ. വെളിപ്പാട് പുസ്തകം 3 ലവോദിക്യ അനുഭവത്തിൽ കിടക്കുക. കുരുട് മാറണമോ? പരിശുദ്ധാത്മാവിലുള്ള കാഴ്ചപ്പാടും പരിശുദ്ധാത്മാവിലുള്ള വചനപ്രഘോഷണങ്ങളും ആത്മനടത്തിപ്പും പ്രാപിച്ചെടുക്കുക. ദാരിദ്ര്യം മാറണമോ? ദൈവസഭയുടെ സമ്പത്ത്, ഉപനിധി, പത്യോജനം, പത്യോപദേശമാണ്. അത് തിരിച്ചു പിടിക്കേ. ആത്മീയ നഗ്നൻ രക്ഷാവസ്ത്രവും നീതിവസ്ത്രവും നഷ്ടപ്പെടുത്തി ദൈവസ്ഥനെ കുത്തിയിരുന്ന് പ്രാർത്ഥിച്ച് അത് തിരിച്ച് പ്രാപിക്ക് കർത്താവിൻ്റെ ഒരു പോണമെങ്കിൽ. സമയം ദീർഘിച്ചു. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുക. ഹല്ലേലൂയ. കർത്താവ് വരാറായി. കാഹളം തുടിക്കാൻ സമയമായി. അരുമനാഥൻ്റെ വരവായി. പ്രിയ ആശാരോപദേശിയുടെ ഒരു പാട്ട്, മോള് പാടിയൊരു പാട്ട് പാടി എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. എല്ലാവരും പോകണം, എല്ലാവരും പോകണം, ഈ മണ്ണാകും മായ വിട്ട്. ഈ മണ്ണാകും മായ വിട്ട് എല്ലാവരും പോകണമെന്നാ ഒരു പാടിയപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. പോകാം നമുക്കിന്ന്, പാടാം നമുക്കൊരു ത്യാഗത്തിൻ ധ്യാനഗീതം. ത്യാഗത്തിൻ ധ്യാനഗീതം. അലറുന്ന ആടിയിൽ അലതല്ലൽ മാറ്റുവാൻ ആയവൻ മേലിലുണ്ട്, ആയവൻ കൂടെയുണ്ട്. അടുത്ത് പറയുന്നത്, തീരാത്ത സന്തോഷം, മാറാത്ത സൗഭാഗ്യം മേലിൽ നമുക്കുണ്ട്. എന്തിനു നോക്കുന്നു, എന്തിനു നോക്കുന്നു? ചന്തമാം ഈ മായയെ, ഈ ലോകത്തിലെ മായയെ നോക്കല്ലേ. സോളമൻ എഴുതി വെച്ചു. എത്ര പ്രാവശ്യം എഴുതി വെച്ചത്? എടാ, മായ മായ എന്നുള്ള പദം സോളമൻ എത്ര പ്രാവശ്യം എഴുതി വെച്ചെന്ന് ആരെങ്കിലും പഠിച്ചിട്ടുണ്ടോ അതിനെക്കുറിച്ച്? ഞാൻ കുത്തിയിരുന്ന് വായിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അതുകൊണ്ടല്ലേ ഞാൻ പറയണം, അല്ലെങ്കിൽ ചുമ്മാ പറയുമോ? മായ എന്നുള്ള പദം താൻ എത്ര പ്രാവശ്യം എഴുതി വെച്ചു? ദൈവമേ, സകലതും മായ, സകലതും മായ. ആരായി പറഞ്ഞേക്കുന്നേ? 27-ലധികം പ്രാവശ്യം, അല്ലെങ്കിൽ 23ഓളം പ്രാവശ്യം സഭാപ്രസംഗി 1, 2, 3 അധ്യായങ്ങളിൽ മായ 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 മായ. ആശാര്യ മോള് പാടി, എന്തിനീ മായയെ നോക്കുന്നു. അപ്പോഴാണ് ഈ വാദം എൻ്റെ ഹൃദയത്തിൽ കയറി വന്നത്. ആ പാട്ടിൻ്റെ ഒരു അർത്ഥമല്ലേ അത്? എന്തിനാ ഈ മായ നോക്കുന്നേ? എന്തിനാ ഈ ലോകത്തിൻ്റെ ഭൗതികത്തെ നോക്കുന്നേ? ഇതെല്ലാം നമ്മളെ വിട്ട് പോകുമെന്ന്. അതുകൊണ്ടല്ലേ ദൈവഹിതമല്ലാത്തൊരു പൈസ നമ്മുടെ കയ്യിൽ വരരുത്. മനസ്സിലായോ? നമുക്ക് ആവശ്യമുള്ളത്, കവിഞ്ഞുള്ളത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. ദൈവവചനമാണത്. സാധുക്കളുടെ കണ്ണീരൊപ്പണം. അഹോവൃത്തിക്ക് വകയില്ലെങ്കിൽ അത് കൊടുക്കണം മറ്റുള്ളവർക്ക്. ന്യായപ്രമാണം സകല പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്ന കൽപ്പന ഏതാ? ഒറ്റ കൽപ്പന. അതിന് 2 ഭാഗമായിട്ടുണ്ട്. നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കണം എന്നുള്ളത്. നിന്റെ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണമെന്നുള്ള ഏകവാക്യത്തിൽ ന്യായപ്രമാണം മുഴുവനും അടങ്ങിയിരിക്കുന്ന ഒരു രാത്രി വന്ന് യേശുവിനോട് ചോദിച്ചപ്പോൾ യേശു പറഞ്ഞതാ, ആ മോശയുടെ പ്രമാണത്തിൽ ഊറ്റം കൊണ്ട് നടന്നവനാ. എൻ്റെ കൂട്ടുകാരൻ നിന്നെ പോലെ സ്നേഹിക്കുക. അപ്പോഴാ പറഞ്ഞത് എൻ്റെ സ്നേഹിതൻ ആരെന്ന്. അപ്പോൾ ആ യെരുശലേമിൽ യെരിഹോയിലേക്ക് പോയ എൻ്റെ ചരിത്രം എടുത്ത് പറഞ്ഞത്, പുരോഹിതൻ, ലേവ്യൻ, 3 പേര്, ലേവ്യനും പുരോഹിതനും ആലയ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഓടുക. അടുത്തൊരുത്തം വരുന്നു, ശമരിയക്കാരൻ. അതാ കർത്താവിൻ്റെ നിഴല്. ന്യായപ്രമാണത്തിന് നമ്മൾ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. നല്ല ശമരിയക്കാരനായ കർത്താവാണ്
പാപിയായ മനുഷ്യനെ രക്ഷിക്കുന്നത്. രക്ഷിച്ച് സത്രത്തിൽ കൊണ്ടാക്കി, സഭയെ കൊണ്ടാക്കി. അപ്പം അവനെ സഭയെ കിട്ടിക്കഴിഞ്ഞപ്പോൾ അവനെ വിറ്റ് തിന്നുകൊണ്ടിരിക്കുക, അവനെ അറുത്ത് മുറിച്ച് തിന്നുകൊണ്ടിരിക്കുക. എടാ, സഭയെ കൊണ്ടാക്കിയവൻ ആ സത്രത്തിൽ കൊണ്ടാക്കിയവൻ ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നതുണ്ട്. നിങ്ങളെ വിട്ട് സ്വർഗ്ഗാരോപിച്ചിട്ട് യേശു പോയ പോലെ തിരികെ വരും. യേശു വരും, അവനെ ചേർക്കാൻ വരും. അവനെ അറുത്ത് തിന്നുകൊണ്ടിരിക്കാതെ അവനെ ക്രിസ്തുവിൽ തികഞ്ഞവരാക്കി നിർത്താനാണ് സഭ. ഇന്ന് സഭ എന്തിനാ? സഭ ക്രിസ്തുവിൻ്റെ ശരീരം, സഭ മണവാട്ടി അല്ലെങ്കിൽ കന്യക, സഭ ദൈവാത്മ വസിക്കുന്ന മന്ദിരം. 3 പഠനങ്ങൾ. ഇത് മറിച്ചും തിരിച്ചും പ്രസംഗിച്ചാൽ വിശ്വാസി രക്ഷപ്പെടുമല്ലോ? അത് പറയത്തില്ല. സങ്കീർത്തനം വായിച്ചില്ലെങ്കിൽ കൂട്ടായ്മയില്ല, ആരാധനയില്ലെന്നാണ് പറയുന്നത്. എങ്ങനെയുണ്ട് സംഭവം? തിരിഞ്ഞു കിടക്കുക കേട്ടോ. അതുകൊണ്ട് ഞാൻ പിന്നെയും പറയുന്നു, കർത്താവ് അപ്പോസ്തലന്മാരെ ഏൽപ്പിച്ച ആ ഉപദേശം സഭയെ പഠിപ്പിച്ച് കർത്താവിൻ്റെ വരവിന് വേണ്ടി പഠിക്കുന്നവരും ഒരുങ്ങി നിൽക്കാം. അതിന് ഈ വചനങ്ങൾ ഇച്ചിരി കട്ടിയാണെങ്കിലും മുഖാന്തരമായി ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ, 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 ആമേൻ.